സാഹസം ടീമും അതുപോലെ തന്നെ തോട്ട്സ് മൈൻഡ് .ai നമ്മളുടെ എൻറ്റയർ എല്ലാവരും ചേർന്ന് ഇന്ന് അടിച്ചു പൊളിക്കാൻ പോവാണ്. ആണോ? യെസ് ഓർ നോ? യെസ് ആണെങ്കിൽ ഒന്ന് കൈയടിച്ച് എല്ലാവരോടും ചേർന്ന് ഡബിൾ സ്ട്രോങ് കൈയടി ഉണ്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് ശബ്ദം കേൾക്കണം. ഓക്കെ, സോ അപ്പൊ ഇനി ഫസ്റ്റ് നമുക്ക് ആ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഫോമൽ ഫംഗ്ഷൻസിലേക്കാണ് കിടക്കേണ്ടതായിട്ടുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഭദ്രദീപം കൊളുത്തി ഇന്നത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ഒരു മൂമെന്റ് നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഗോൾഡ് ബ്ലെസ്സിങ്ങോട് കൂടി തന്നെ ഈ ഒരു ഓണം ഏറ്റവും മനോഹരമായിട്ട് എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് ആ ഒരു ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു മൂമെന്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ എല്ലാമായി തീർച്ചയായിട്ടും സാഹസത്തിന്റെയും അതുപോലെ തന്നെ തോട്ട്സ് മൈൻഡിന്റെയും എല്ലാമായ നമ്മളുടെ റിനീഷ് സാറിനെ സ്വാഗതം ചെയ്യാണ് ആ ഒരു ഭദ്രദീപം എടുക്കാനും അതുപോലെ തന്നെ സാഹസം ടീമിനെ സ്വാഗതം ചെയ്യുന്നു. സോ നല്ലൊരു കൈയടി കൊടുക്കാം ആ ഒരു ദീപം തെളിയിക്കുന്ന സമയത്തും. തീർച്ചയായിട്ടും 2025 ഓണം അങ്ങനെ നമ്മൾ ആഘോഷിക്കുകയാണ്. സോ തീർച്ചയായിട്ടും ഓണം ഒക്കെ വരാറായി, പക്ഷെ അതിനു മുമ്പേ നമ്മൾ ഇവിടെ സെലിബ്രേഷൻസ് ഒക്കെ തന്നെ തുടങ്ങുകയാണ്. തോട്ട് മൈൻഡ്സിന്റെ ഇന്നത്തെ ഓണം സെലിബ്രേഷൻ തന്നെ ഏറ്റവും വലിയൊരു സെലിബ്രേഷൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ റെഡിയാണ്. സോ തീർച്ചയായിട്ടും അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോളം ഈ ഒരു ഭദ്രദീപം തെളിയിച്ച് ആ ഒരു മംഗള കർമ്മത്തിലേക്ക് നമ്മൾ കടക്കാണ്. സോ യെസ്, ആഫ്റ്റർ ദിസ് നമ്മൾ ഇനി ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ കാത്തു വെച്ചിരിക്കുന്നു. സോ യെസ്, ഇന്നത്തെ ഓണം കുറച്ചുകൂടെ സ്പെഷ്യൽ ആക്കിയതും നമ്മളുടെ റിനീഷ് സാർ തന്നെയാണ്. സോ യെസ്, ഇനി അടുത്തതായിട്ട് നമ്മളുടെ സലീം, അതുപോലെ തന്നെ ഗൗരി കൃഷ്ണൻ, റംസാൻ, ഭഗത് മാനുവൽ, സജിൻ ചെറുകയിൽ, കാർത്തിക്, ഹരി, ജയശ്രീ, ആൽബി നമ്മളുടെ സിനിമാറ്റോഗ്രാഫർ ആൻഡ് യദു നമ്മളുടെ റൈറ്റർ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ കോമൺ ആയിട്ട് ചോദിക്കാം. ആരെങ്കിലും ഒരാള് മൈക്ക് ചോദിച്ചിട്ട് അതിന് ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ കോമൺ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആരെങ്കിലും ഒരാള് ആ ഒരു മൈക്ക് വാങ്ങിച്ചിട്ട് ഏറ്റവും നന്നായിട്ടൊരു ഉത്തരം പറയാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സാഹസം എന്ന് പറയുന്നത് ഭയങ്കര അഡ്വെഞ്ചർ എന്നൊക്കെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു മൂവിയും ആ ഒരു ഇമോഷൻസ് ക്യാരി ചെയ്യുന്നത് അഡ്വെഞ്ചറിന്റെ ഒക്കെ തന്നെയാണ്. സോ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള പാർട്ട് ഏതായിരുന്നു? ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സീൻ അല്ലെങ്കിൽ ഒരു ഭാഗം എന്ന് പറയാൻ പറ്റുന്നത് ഏതായിരുന്നു? സോ ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു സീൻ എക്സിക്യൂട്ട് ചെയ്യാനാണെങ്കിലും ഏറ്റവും കഷ്ടപ്പാടായിട്ട് തോന്നിയത് ഏതാണ്? ഓണപ്പാട്ട് ഷൂട്ട് ചെയ്ത റംസാനാണ്. അപ്പോൾ ആ കഷ്ടപ്പാട് റംസാൻ പറയുന്നതായിരിക്കുന്നുള്ളത്. ബാക്കി എല്ലാ സോങ്സും കഥ പ്രോഗ്രസ് ചെയ്യുന്ന പോലെയുള്ള നെറേറ്റീവ് ഉള്ളത് കൊണ്ട് അങ്ങനെ സോങ്ങിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഷൂട്ടിംഗ് ഉണ്ടായില്ല. ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതല്ലേ? ആ ഒരു ചാലഞ്ചിങ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് എനിക്ക് തോന്നുന്നു ചേസ് സോങ് ആയിരിക്കും. ചേസ് സോങ്ങിൽ കുറെ കാര്യങ്ങൾ അത്യാവശ്യം അഡ്വഞ്ചറസ് ആയിട്ട് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അത് എന്നെക്കാട്ട് നന്നായിട്ട് പറയേണ്ട ആളിവിടെ ഉണ്ട്, പക്ഷെ പുള്ളി അത് പറയുന്നു. പുള്ളി പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു തോന്നുന്നു. പ്രൊഡ്യൂസർക്ക് എന്തോ പറയാനുണ്ടോ? അവൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എനിക്കറിയത്തില്ല. എനിക്ക് നല്ല ബുദ്ധിമുട്ടാ. കല്യാണ വീടായിരുന്നു. ഓരോ വെടിക്കും 400 രൂപ. പൊട്ടിച്ച കുപ്പിക്കും ഇതിനൊന്നും കൈ കണക്കൂല. 2 ജീപ്പ് മറിച്ചിട്ടു. അതായിരുന്നു എൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം. പിന്നെ ഫ്ലാറ്റിലെ വെടിവെപ്പ്, ആ വെടിവെച്ച് കൊണ്ടുവന്ന് പോരാനായിട്ട് ബാക്കി CGയും കൂടെ. ഇതെല്ലാം അല്ല ഇവര് അല്ല
ഞാൻ അന്ന് പറഞ്ഞപ്പോഴത് കേട്ടില്ല. അല്ല, ഫ്ലാറ്റിലുള്ള സീനെ വെടി, ആ സിനിമ കണ്ടവർക്ക് അറിയാം, കുറെ വെടി കൊണ്ടു, എന്നിട്ടൊന്നും അവന് തികഞ്ഞില്ല. അവസാനം ബാക്കി CG വെടി വെച്ചു. മറ്റേ പൂക്കളൊക്കെ പറത്തിയത് CG വഴിയാണ്. അപ്പൊ അതിനുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം. ഓക്കെ, ആസ് എ പ്രൊഡ്യൂസർ റിലീസറിന് അതായിരുന്നു ബുദ്ധിമുട്ട്. ഇനി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാട്ടോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് ഏറ്റവും എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തത്. കാരണം ഈ പറഞ്ഞ 10 ദിവസം തന്നെയായിരുന്നു. എല്ലാ ദിവസവും നൈറ്റ് ആയിരുന്നു ഷൂട്ട്. രാത്രി ഒരു 6 മണിക്ക് ഇറങ്ങും, കാലത്ത് ഏതാണ്ട് ഒരു 6 മണി വരെ ഷൂട്ട്. പക്ഷെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് അത് പ്രൊഡക്ഷന്റെ സപ്പോർട്ടാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ ശരിക്കും നമുക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ നമ്മൾ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഭാഗമാണ്. അതില് ഇവിടെ ഇരിക്കുന്ന ഒരു ആക്ടർക്കും തർക്കമുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കി പറയാം. ആക്ച്വലി ഇതിനകത്ത് ഒരാളൂടെ ഉണ്ട്, അവനവിടെ പതുങ്ങിയിരിപ്പുണ്ട്, നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മിസ്റ്റർ രഞ്ജിത്ത്. അവനാണ് ഇതിലേക്ക് വരാട്ടോ. അവൻ വരാത്താണ്. ആക്ച്വലി അവനാണ് ഇവരെയൊക്കെ ഇത്രയും കംഫർട്ടബിൾ ആക്കി കൊണ്ടു നടന്നത്. ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും ഇവര് കേരളത്തില് പോവാത്ത കോളേജസ് ഇല്ല. അപ്പൊ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തതും ഇവരെ എന്താ പറയാ, സ്വന്തം മക്കളെ പോലെ ഞാൻ പറയണ്ട, സ്വന്തം അച്ഛനായിരുന്നു. അത്രയും ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുവരുന്ന രഞ്ജിത്താണ്. രഞ്ജിത്ത് വേണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, ഈ ആക്ച്വലി മീഡിയക്കാരെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ നിർത്തുന്നവനാണ്. താങ്ക്സ് രഞ്ജിത്ത്. ഓക്കെ, സോ യെസ്, ഇനി നമ്മളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള ഷൂട്ട് ഭാഗം ഏതാണ് സിനിമയിൽ എന്ന് പറയാൻ പറ്റുമോ? ആൻഡ് ഓഫ് കോഴ്സ് നമ്മളുടെ സിനിമാറ്റോഗ്രാഫറിനാണ് ഏറ്റവും കൂടുതൽ പറയാനുണ്ടാവുക. സോ യെസ്, അപ്പോൾ നമ്മളുടെ ആൽബി ചേട്ടൻ പറയണം എന്താണ്, എവിടെയാണ് കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നിയതെന്ന്. എനിക്കെന്തോണം പറയാറില്ല, എല്ലാം ചലഞ്ചിങ് ആയിരുന്നു. പിന്നെ ഇപ്പൊ പറയുന്ന പോലെ ക്ലൈമാക്സ് സീക്വൻസ് കുറച്ച് ടഫായിരുന്നു. കാരണം നൈറ്റ് നമ്മൾ ഈ 360 ഡിഗ്രി റൊട്ടേഷൻ അതൊക്കെ എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ലൈറ്റപ്പ് കാര്യങ്ങൾ, പിന്നെ ഈവനിങ് 6 പോയിട്ട് മോർണിംഗ് 6 വരിക, ഇത് തന്നെ ഒരു 10 ദിവസം കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നൊരു ബുദ്ധിമുട്ടുകളുണ്ട്. അതെനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നി. പക്ഷെ പടം കണ്ടപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് നടന്നപ്പോൾ വളരെ സന്തോഷം. ഓക്കെ, സോ യെസ്, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിച്ചു. ഇനി ആർക്കും ആ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള മൂമെന്റ് ഒന്നും ഷെയർ ചെയ്യുന്നില്ലല്ലോ, ഇല്ലല്ലോ? ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഒരു വേർഡ്, നമ്മളുടെ സാഹസം എന്ന് പറയുന്നത് അഡ്വഞ്ചർ എന്നാണല്ലോ. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വേർഡ് എങ്ങനെയാണ് കണക്ട് ആയിരിക്കുന്നത്? എന്തെങ്കിലും സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്താണെങ്കിലും പറയാട്ടോ. ഈ ഒരു സാഹസം എന്നുള്ള വേർഡ് നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ എങ്ങനെയാണ് കണക്ട് ആയിരിക്കുന്നത്? അല്ല, നമ്മൾ കുറച്ച് പേര് ഓൾറെഡി ഈ മീഡിയാസിനോട് മൊത്തം ഈ ക്വസ്റ്റ്യൻ ആൻസർ നൽകിയതാണ്. അപ്പൊ നൽകാത്തവർ നൽകുന്നതായിരിക്കും, പറയാത്തവർ പറയുന്നതായിരിക്കും. എൻ്റെ ഇപ്പൊ യദു, ബിബിൻ ചേട്ടൻ ഒരു പ്രാവശ്യം പറയാം. ബിബിൻ ചേട്ടൻ പറയട്ടെ, മ്യൂസിക് ഡയറക്ടറിന്റെ സാഹസം നമുക്ക് കേൾക്കാം. സാഹസം മൊത്തത്തിൽ ജീവൻ തന്നെ ഒരു സാഹസമാണല്ലോ. വേറെ പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മയെന്നെടുത്ത് പറയാൻ പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ ഈ ഓണമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു പാട്ട് ഇതിലുണ്ടല്ലോ. ഓണത്തിന്റെ ആ ഒരു മൂഡോ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു വേറെ ടൈപ്പ് പാട്ട്, അതൊരു സാഹസം എന്ന് പറയാം. ഓക്കെ, സേഫ് ആയിട്ട് കഴിച്ചിട്ടു അല്ലേ? ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാഹസം എന്നുള്ള പേര് എങ്ങനെയാണ്, ആരാണ് ഇട്ടത്? ഈ കൂട്ടത്തിൽ ആരെങ്കിലും ആണോ, അതോ എങ്ങനെയാണ് ഈ ഒരു സാഹസം എന്നുള്ളൊരു പേര് വന്നത്? ഞാൻ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, എന്ത് തോന്നി? ലൈക്ക് പെട്ടെന്ന് എന്തൊരു തോട്ട് വന്നപ്പോഴാണ് ആ ഒരു സാഹസം എന്നുള്ളൊരു പേര് കണക്ട് ആയത്? അല്ല, അഡ്വഞ്ചർ എന്നുള്ള വാക്ക് ആലോചിച്ചപ്പോഴാണ് സാഹസം എന്നുള്ള പേരിലേക്ക് എത്തിയത്. പഴയ പേരാണ്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയുടെ പേരാണ്. അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളുണ്ടായിരുന്നു, അത് കൂടെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് കിട്ടിയപ്പോൾ സാഹസം തന്നെ തീരുമാനിച്ചു. ഐ മീൻ അഡ്വഞ്ചറസ് ആണ് സിനിമയുടെ ഉള്ളിലും സിനിമയുടെ പുറത്തും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സാഹസം എന്നുള്ള പേരിട്ടത്. ഓക്കെ, സോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാഹസം സ്റ്റോറിയുടെ പുറകിൽ എന്തെങ്കിലും റിയൽ ലൈഫ് ഇൻസിഡന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, കണക്ഷൻ ഉണ്ടോ? എന്തെങ്കിലും റിയൽ ലൈഫ് ഇൻസിഡന്റ് ഈ ഒരു സാഹസം മൂവിയുടെ പിന്നിൽ ഉണ്ടോ? അല്ലെങ്കിൽ അതൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടോ? ആർക്ക് വേണമെങ്കിലും പറയുന്നല്ലേ ഈ ക്വസ്റ്റ്യൻ ആർക്ക് വേണമെങ്കിലും ആൻസർ ചെയ്യാം, പക്ഷെ റൈറ്റർ ഡയറക്ടർ ഞാൻ പറയാം. അത് ബിബിന്റെ ഒരു സ്റ്റോറി തന്നെയാണ്. ബിബിൻ പണ്ട് ബോംബെയിൽ ഡോൺ ആയിരുന്നു.
അന്ന് ഇതുപോലെ ഒരു ക്രിപ്റ്റോ കറൻസി അന്വേഷിച്ച് വന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ organize ചെയ്തിട്ട് കല്യാണത്തിന് ചെറുതായിട്ട് വെടിവെപ്പും ഉണ്ടായിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ഈ ഒരു ആൻസറുള്ള വേറെ ഇനി അവിടുന്ന് നമ്മുടെ റൈറ്റർ ഇല്ല, ഒന്നില്ല. ഓക്കെ, ആക്ച്വലി ഇത് ബിബിന്റെ കഥ തന്നെയാണ്. ബിബിൻ്റെത് എൻ്റെത് ഞങ്ങൾ പൊതുവെ ഞങ്ങളുടെ കോമൺ, എൻ്റെ ബിബിൻ്റെ ഒക്കെ കോമൺ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ വള്ളികളും കയറി പിടിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ജീവൻ നോക്കിക്കഴിഞ്ഞാൽ ജീവൻ പിടിക്കാത്ത വള്ളികളില്ല. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ വഴി കാണുന്നവരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരിക. ഇപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഒരു വേറെ കസിൻ ഇവിടെ ഉണ്ട്. ആ കസിൻ എല്ലാവരും ഇപ്പൊ ഞങ്ങൾ ഒരു പ്രാവശ്യം ഒരു ഞങ്ങളൊരു സ്വഭാവം പറയുകയാണെങ്കിൽ ഹൈവേ കൂടെ വണ്ടി ഓടിച്ചു, വേറെ വണ്ടിയായിട്ട് പിന്നെ ചേസായി. അവസാനം വഴിയിലിരുന്ന് അവരായിട്ട് കഥ പറഞ്ഞു, അവർ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ആരാന്നും അല്ലറിയില്ല, രാവിലെ ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി, അപ്പോൾ ഈ ജീവൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അല്ലെങ്കിൽ വഴി കാണുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദിസ് ഇസ് എക്സാമ്പിൾ. അത് അവന്റെ എന്തൊക്കെ കഥയൊക്കെ ഇതുമായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. ഓക്കെ, സോ യെസ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൂട്ടത്തില് നമ്മുടെ സെറ്റിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടന്ന ആളാരാണ്? ഫുഡ് എന്ന് പറയുമ്പോൾ ബിസ്ക്കറ്റ് വിടുമോ? ബിസ്ക്കറ്റ്, എല്ലാം വിടും. ഗുഡ് ഡേ ബിസ്ക്കറ്റ്, ചായ, ഇതൊക്കെ ആണെങ്കിൽ റംസാൻ പ്രൊഡക്ഷൻ അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. രാവിലെ 6 മണിക്കൊക്കെ എണീച്ച് അടി ഉണ്ടാക്കിയിട്ടുണ്ട്. 6 മണിക്കോ? പ്രൊഡക്ഷൻ കോസ്റ്റ് എത്ര കൂടിയെന്നുള്ളത് ഗുഡ് ഡേ കാരണം ഫുഡിന്റെ ടേൺ ഓവർ വെച്ച് പറയാൻ പറ്റും. ഓക്കെ, വേറെ ആരും ഇങ്ങനെ ഇല്ല, എല്ലാവരും ഓക്കെ, ഫുഡ് കിട്ടുന്നത് കഴിക്കും, ഓക്കെ, അങ്ങനൊന്നും ഇല്ല, ഡിമാൻഡ്സ് ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഇനി കൂട്ടത്തില് ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ആളാരായിരുന്നു നമ്മുടെ സെറ്റില്? ജീവയായിരുന്നു. സോ യെസ്, അൺഫോർച്ചുനേറ്റ്ലി വരാൻ പറ്റിയിട്ടില്ല ജീവയ്ക്ക്. വരും, കുറച്ച് കഴിഞ്ഞ് വരും. ഓക്കെ, സോ ഇനി ഒരു സ്റ്റോറി പറയാനാണെങ്കിൽ ആ ഒരു സെറ്റിൽ ഉണ്ടായിരുന്ന ഒരു കോമഡി നിറഞ്ഞ ഒരു സ്റ്റോറി, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നോ? ഭയങ്കരമായിട്ട് എല്ലാരും ചിരിച്ചു മറിഞ്ഞ ഒരു സീനോ എന്തെങ്കിലും ഇൻസിഡന്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടോ? ഉണ്ട്, പക്ഷെ പുറത്തു പറയാൻ പറ്റില്ല. ഓക്കെ, പുറത്ത് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഭഗത് സാർ ഒന്നും ഇതുവരെ മൈക്ക് വാങ്ങിച്ച് പറഞ്ഞിട്ടേ ഇല്ല. നമ്മുടെ ഒന്ന് മൈക്ക് കൊടുത്തേ. ഓക്കെ, ഞാൻ പുറത്തു പറയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ത്രൂ ഔട്ട് പടത്തിൽ തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനം വരെ ഈച്ച് ആൻഡ് എവറി മിനിറ്റ് നമ്മൾ സന്തോഷത്തോടെ ചിരിച്ചാണ് ആസ്വദിച്ചത്. ഓരോ സീനും നമ്മൾ ചെയ്തത്. ഓക്കെ, അത് തിയേറ്ററിലേക്ക് കൊണ്ടുതരാൻ നിങ്ങൾക്ക് പറ്റിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിക്കുള്ളിൽ നമുക്ക് എന്താ വേണ്ടേ? അതെ. ഓക്കെ, സോ ഈ ഒരു സിനിമയില്, സാഹസം സിനിമയിലെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ നിങ്ങളിൽ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് ഭയങ്കര കണക്ട് ആയി അല്ലെങ്കിൽ ടച്ച് ആയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏത്? നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടുകാരൻ ഉണ്ടാവുമല്ലോ, എല്ലാ വള്ളിയും പിടിക്കുന്നത്. യെസ്, അങ്ങനെയായിരുന്നു ധവൻ, പപ്പൻ എന്ന ക്യാരക്ടർ ഹരി ചെയ്തത്. അത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിലും ഉണ്ടാവുന്ന ഒരു ക്യാരക്ടറാണ്. ലൈക്ക് നമ്മൾ എവിടെ പോയാലും ഒരു പ്രശ്നമില്ലാത്ത സമയത്ത് പ്രശ്നം ഉണ്ടാക്കുക, പ്രശ്നങ്ങളെ വിളിച്ചു വരുത്തുക. അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടർ എനിക്ക് തോന്നുന്നു അല്ല എല്ലാവരുടെ ലൈഫിലുണ്ട്. ഞങ്ങളുടെ ലൈഫിൽ അവനാണ്. റിയൽ ലൈഫിലും അങ്ങനെയാണോ? അതും പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാഹസത്തിലെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ സ്വാപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തായിട്ട്, ഏത് ക്യാരക്ടറായിട്ട് സ്വാപ്പ് ചെയ്തേനെ? ഡയറക്ഷൻ എനിക്ക് മനസ്സിലായില്ല. ഏതെങ്കിലും ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ, സ്വാപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഏത് ക്യാരക്ടേഴ്സ് സ്വാപ്പ് ചെയ്തേനെ? അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? സിനിമ നോക്കല്ലേ? അഭിനയിക്കുന്ന ആളെ മാറ്റാനാണോ? ഓ, Yes. ഓക്കെ 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 ഓക്കെ. ആ ചെയ്യുന്ന ആളെ അങ്ങോട്ടും വേറെ ഇങ്ങോട്ടും, വേറെ ആളെ യെസ്, ഇവിടെ തന്നെയുള്ള ശിവാടായിപ്പോയല്ലോ. യെസ്, ടഫ് ക്വസ്റ്റ്യൻ. ജീവ റംസാൻ എന്ന് വേണമെങ്കിൽ സ്വാപ്പ് ചെയ്ത് നോക്കാം. സന്തോഷം. എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് ഈ പടത്തില് ജീവ ഏത് ഇന്റർവ്യൂ കയറിയാലും പറയും എനിക്ക് 48 ഫ്രെയിംസും ലംബോർഗിനിയും സ്മോക്കും ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ അത് ഒരു തവണ കിട്ടിയതിന് താങ്ക് യു. ഓക്കെ, ഇതിന്റെ ഹെഡ്ലൈൻ എന്താണെന്നറിയോ? നിങ്ങൾക്ക് അറിയില്ല. വരട്ടെ. ഓക്കെ, സോ യെസ്, ഇനി ഈ ഒരു ബോണ്ടിങ് ഒക്കെ തന്നെ നമ്മുടെ സ്ക്രീനിലുള്ളത് പോലെ തന്നെയായിരുന്നു ഓഫ് സ്ക്രീനിലും എല്ലാവരും തമ്മില് ഭയങ്കര അടിപൊളിയായിരുന്നു. സോ ഹൗ വാസ് ദ എൻറ്റയർ ജേർണി? ഭയങ്കര അടിപൊളിയുണ്ട്. ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്ന പോലെ എസ്പെഷ്യലി ആ തൊടുപുഴയുള്ള ഒരു 10 ദിവസം എനിക്കൊന്ന് ഒരു 10-15 ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഓൾ ആർട്ടിസ്റ്റ് 10 ദിവസമുള്ള ഓവർനൈറ്റ് ഷൂട്ടുള്ള 10 ദിവസമായിരുന്നു. പക്ഷേ
എനിക്കൊന്ന് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ 1-2 ദിവസം 24 hours ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ആരും ടയേർഡായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ ഭയങ്കര ഫൺ ഒരു ടൂറ് ട്രിപ്പ് അടിച്ച ഒരു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ 10 ദിവസത്തിന് മുന്നേ കുറച്ച് സീൻസ് ഒക്കെ ഷൂട്ടും കാര്യങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയി. ലൈക്ക് ഈ പടത്തിന്റെ ഇപ്പൊ ഈ പറയുന്ന പോലെ ഇതിന്റെ പ്രൊമോഷൻസിന് പോകുമ്പോഴായാലും അവര് ഈ മീഡിയാസിന്റെ മുന്നിൽ കാണുന്ന ഒരു സന്തോഷവും ആ ഒരു ബോണ്ടും എല്ലാം നമ്മൾ ആ ഒരു 5-6 ദിവസം കൊണ്ട് എല്ലാവരും തമ്മിലായി. സോ ഈ പടം ഓൾറെഡി ഒരു 60-65-70 ഡേയ്സ് വരെ ചാർട്ട് ചെയ്തൊരു പടമാണ്. 45 ഡേയ്സ് ആണ് നമ്മൾ അറ്റ് എൻഡ് ഫിക്സ് ചെയ്തത്. പക്ഷെ 42 ഡേയ്സിനുള്ളിൽ നമ്മളിത് തീർത്തു. അതിന് കാരണം എല്ലാവരും അത്ര എഫേർട്ട് ഇട്ട് ഒരേപോലെ നിന്നുകൊണ്ട് മാത്രം ആ ഒരു ബോണ്ട് അന്നുണ്ട് ഇന്നുണ്ട്. എനിക്ക് ആ കെമിസ്ട്രി സ്ക്രീനിൽ കാണാൻ പറ്റും നമുക്ക്. യെസ് യെസ്. അപ്പം ഇനി നമ്മുടെ ഗൗരി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അടുത്തത് ഗൗരിക്ക് അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോ ഞാൻ ചോദിച്ചു വാങ്ങിച്ചത്. ഓക്കെ. അത്ര പരിചയമൊന്നും ഇല്ലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് അങ്ങനെ ഈ സെറ്റിൽ അങ്ങനെ ആരെയും അറിഞ്ഞൂടായിരുന്നു. ശബരീഷ് ഏട്ടൻ ഇവിടെ ഇല്ല, ജീവ ഇപ്പൊ വരും. പക്ഷെ അതുപോലെ ഒരു കംപ്ലീറ്റ് ആക്കുന്ന കുറെ പേരുണ്ടായിരുന്നു. ഷൂട്ട് ഒരിക്കലും ഒരു ജോലി പോലെ ഫീൽ ചെയ്തില്ല. അത്രയും പ്രൊഡക്ഷൻ ആയാലും വളരെ പ്രൊഫഷണൽ ആയിട്ടും ബട്ട് അറ്റ് ദ സെയിം ടൈം അത്രയും എൻജോയബിൾ ആയിരുന്നു. പിന്നെ നമ്മൾ നൈറ്റ് ഷൂട്ടൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ വി ആർ വർക്കിംഗ് ടുവേർഡ്സ് വൺ ഡ്രീം എന്നുള്ളൊരു ഇതാണ്. അത് ബിബിൻ എന്ന് പറയുന്ന വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള, നമുക്ക് എന്തും ചോദിക്കാം അല്ലെങ്കിൽ ആ ഒരു സ്പേസ് തരുന്ന ഒരു ഡയറക്ടറാണ്. സോ ഓൾ ഇൻ ഓൾ അടിപൊളി എക്സ്പീരിയൻസ്. ഓക്കെ. സോ യെസ്, ജയശ്രീ പറഞ്ഞു. ഇവിടെ മിണ്ടാത്തവരെല്ലാം നമ്മൾ മിണ്ടിക്കൂട്ടോ. ഇനി ഇവിടെ സംസാരിക്കാത്ത ആരാണ്? കാർത്തിക്. ഓക്കെ, കാർത്തിക് നമ്മളുടെ റൈറ്ററും ഒന്നും സംസാരിച്ചിട്ടില്ല എന്നാ തോന്നുന്നേ അല്ലേ? അവിടെയല്ല, നമ്മുടെ മൈക്കില്. ഓക്കെ. സോ യെസ് ജയശ്രീ പ്ലീസ്. എക്സ്പീരിയൻസ് ആണെങ്കിൽ പറഞ്ഞാൽ ആ ഫൺ ഫസ്റ്റ് ഡേ തൊട്ട് ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോഴേക്കും നമ്മൾ കണക്റ്റഡ് ആയിട്ട് ഡയറക്ടർ ആണെങ്കിലും ബാക്കി ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാവരും ആൽബിച്ചേട്ടൻ എനിക്ക് മാത്രമാണ് ഇതിലെനിക്ക് മുമ്പ് അറിയുന്നുണ്ടായിരുന്നത്. റംസാനെ ജസ്റ്റ് വർക്ക് ചെയ്തിട്ടില്ല, അല്ല അങ്ങനെയല്ല വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ പല പ്രോഗ്രാമിനൊക്കെ ആയിട്ട് കാണാറുണ്ട്. ബാക്കി ആരും എനിക്ക് നേരിട്ട് പരിചയം ഉണ്ടായില്ല. പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര കണക്റ്റഡ് ആയി. പറഞ്ഞ പോലെ തന്നെ ആ ഒരു റാപ്പോ സെറ്റ് ആവാൻ അധികം സമയമൊന്നും വേണ്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷൂട്ടിങ് ഭയങ്കര ഈസി ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇന്നും പ്രൊമോഷൻസ് ആണെങ്കിലും ഇന്ന് വരെ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ ഫുൾ ടീം അടിപൊളിയാണ്. ഓക്കെ. സോ ആൻസർ ചെയ്യും. യെസ്. അപ്പൊ എല്ലാവരും ഇത് എക്സ്പീരിയൻസ് തുറപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുമ്പോ ഈ ആൻസർ പറയാത്തവരും വേണോട്ടോ പറയാൻ. സെറ്റില് ഒരു ഗ്യാപ്പ് കിട്ടിയാൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന ആ ഒരു യെസ് ആൾ ആരാണ്? ഞാൻ തന്നെയാണ്. അത് അവിടെ പോയി പിന്നെയും അല്ലേ? സോ യെസ്. അപ്പം അത് ഗൗരി തന്നെ പറയണ്ട, ഒരു കാര്യം ചെയ്യും, അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആൻസർ പറഞ്ഞോ. അത് പക്ഷെ തൊടുപുഴയുടെ സമയത്തായിരുന്നു ഞാൻ കൂടുതൽ. അപ്പൊ ആ കോമ്പിനേഷനിൽ ഇവരായിരുന്നു റംസാനും. ഓക്കെ ഓക്കെ, നിങ്ങളൊക്കെ പറയാം. നിനക്കറിയോ ഗൗരി ഉറങ്ങിയാലും? അവനറിയില്ല. അറിയില്ല. അപ്പം ആ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ പറയുന്ന പോലെ ഉറങ്ങാണ്ടിരിക്കുക, നമുക്ക് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ടയർഡ് ഫേസ് ആവും, പിന്നെ പെർഫോമൻസിന് ചിലപ്പോൾ അത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഒരുമിച്ചിരിക്കും, യൂനോ കാർഡ് കളിയും ലൂഡോ കളിയും ഇങ്ങനെ കുറെ ഗെയിംസും പരിപാടിയൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ ഒരു ക്യാരവനിൽ കുറെ പേര് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചിലപ്പോ ചില ഗെയിമിലൊക്കെ ചിലർ തോക്കുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് ഉറക്കം വരും, പിണങ്ങിപ്പോവും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ചിലർക്ക് ഉണ്ടായിട്ടുണ്ട്, നമുക്കാർക്കും ഉണ്ടായിട്ടില്ല. ചിലപ്പോ എന്നെ വലത്തുവശത്തിരിക്കുന്ന കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ കൂട്ടത്തില് ഭയങ്കര ലേറ്റ് ആയിട്ട് വരുന്ന ആരെങ്കിലും, അങ്ങനെ ആർക്കെങ്കിലും വഴക്കെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നോ സെറ്റില് ലേറ്റ്? ഡയറക്ടർ. ഓക്കെ, അൺഎക്സ്പെക്ടഡ് ആൻസർ ആട്ടോ. ഉറപ്പായിട്ടുള്ളത്. ഇല്ലില്ല, ഇന്ന് തന്നെ നമ്മുടെ കോർഡിനേറ്ററുടെ രഞ്ജിത്തേട്ടൻ ഡയറക്ടർ ഒരുമിച്ചാണ് വന്നത്. അപ്പൊ എന്നെ രാവിലെ 9 മണി വിളിയാണ്, എത്തിയില്ലേ, എത്തണം, ഇന്ന സമയത്ത് എത്തണം. ഞാൻ ഇവിടെ എത്തിയിട്ടും ആരും എത്തിയിട്ടില്ല. അപ്പൊ ഇടയ്ക്ക് മാത്രം അല്ലേ, എപ്പോഴും ഇല്ല. ഓക്കെ. സോ യെസ്. അപ്പൊ കൂട്ടത്തില് ആദ്യം വന്ന സമയത്ത് ഭയങ്കര ജാടിയിട്ട് നിന്നിട്ട് പിന്നെ അടിപൊളിയായിട്ട് കമ്പനി ആയ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരും ഇല്ല. വർഷ. ഓ, വർഷ ഉണ്ടായിരുന്നു. ഓക്കെ. സോ യെസ്. അപ്പം അത്രയും ഒരു ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ഒതുക്കാൻ ഉദ്ദേശിച്ച വർഷയുടെ കാര്യം പറയട്ടെ. യെസ്, വർഷയുടെ കാര്യം പറഞ്ഞോളൂ. അപ്പോ വർഷ നമ്മള് TV കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും ഭയങ്കര റിലേറ്റബിൾ ആണ് റീൽസിലൊക്കെ. അപ്പൊ നമ്മൾ അത്ര ബബ്ലി ആയിട്ട് ഞാൻ അറ്റ്ലീസ്റ്റ് പേഴ്സണലി എക്സ്പെക്ട് ചെയ്ത ഒരാൾ അങ്ങനത്തെ. പക്ഷെ ഐ തിങ്ക് ഷീ ടുക്ക് ഹർ ടൈം. അത് ഒരു 1-2 ദിവസം കുറച്ച് സീരിയസ് ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ. പക്ഷെ പതുക്കെ ആ വെയിറ്റ് ഇങ്ങനെ ബ്രേക്കായി. ഇപ്പൊ ഞങ്ങളുടെ കൂടെ എല്ലാവരുടെയും ഭയങ്കര കമ്പനിയാണ്. നരേൻ ചേട്ടനും അല്ല ഒന്നുമില്ല, ഞാൻ നരഞ്ജന്റെ കാര്യം പറയണം. പുള്ളിയും
ഇതുപോലെ യൂത്തിന്റെ കൂടെയൊക്കെ അധികം വർക്ക് ചെയ്യാത്തതുകൊണ്ട് പുള്ളി ആദ്യം വന്നപ്പോൾ കുറച്ച് ബലം പിടിച്ചൊക്കെ നിന്നു. പിന്നെ ഇവരെ കൂടെ കമ്പനി അടിച്ചപ്പോൾ പക്കാ ലോക്കലായി. പുള്ളിയുടെ വായിന്നൊക്കെ വരുന്നതൊക്കെ ഭയങ്കര ലോക്കൽ ഡയലോഗ്സ് ഒക്കെ. അല്ല പിന്നെ ഞങ്ങളുടെ പൂക്കി ബാബു ചേട്ടനും ബാബു ആന്റണി ചേട്ടൻ, അതെ അതെ അതെ, ഭയങ്കര അടിപൊളിയായിരുന്നു. വൈചേട്ടൻ പിന്നെ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ സ്റ്റാർട്ട് മുതലേ എന്റർടൈനിങ് മൂഡിലാണ്. പ്രത്യേകിച്ച് ഭഗത്തിൽ അറിയാൻ പറ്റും. ഭഗത്തുമായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, കാർത്തിയായിട്ടുണ്ടായിരുന്നു. കാർത്തിക്കൊക്കെ കുറേ കഥകൾ പറയാനുണ്ടാവും. കാർത്തികിന് ഈ ഒരു മൈക്ക് കുറച്ച് സമയത്തിന് ഞാൻ അങ്ങ് തരാണ്. സോ യെസ്, ഈ ഒരു എൻറ്റയർ ഫിലിം റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ. എനിക്ക് പേഴ്സണലി ബൈച്ചേട്ടനെ തന്നെയാണ് പറയാനുള്ളത്. കാരണം ആദ്യം വന്നപ്പോൾ ഞാൻ ഭയങ്കര പേടിച്ച്, എന്നുവെച്ചാൽ ബൈച്ചേട്ടൻ ആദ്യമേ തന്നെ വരട്ട് നിർത്തിയിരിക്കുമായിരുന്നു തന്നെ. പക്ഷെ പിന്നീട് അങ്ങോട്ട് കംഫർട്ടബിളായി, കുറേ കാര്യം പഠിക്കാൻ പറ്റി. ആദ്യമേ ഞാൻ അടുത്ത് നിന്ന് നിന്നപ്പോൾ തന്നെ ആദ്യം തോളൊക്കെ ആയിട്ട് ചെയ്യേണ്ട ഒരു സീനായിരുന്നു. എൻ്റെ ആദ്യത്തെ ഷോട്ട് തന്നെ ബൈച്ചേട്ടൻ്റെ തോളൊക്കെ ആയിട്ട് ചെയ്യേണ്ടതായിരുന്നു. അപ്പം തന്നെ എനിക്ക് പേടിയായി. ബൈച്ചേട്ടൻ എന്തോടാ മേത്തൊക്കെ തുടർന്ന്. ഹരിക്കെന്തോ പറയാനുണ്ടല്ലോ, ഹരിക്കെന്തോ കമന്റ് പറയുന്നു. അയ്യോ അത് വേണ്ട, ആ അത് വേണ്ട, നീ ഹരി പറ. എനിക്ക് കാർത്തികമായിട്ട് കോമ്പിനേഷൻ സീൻസ് ഭയങ്കര കുറവാണ്. എൻ്റെ വൈബ് സെറ്റിനുള്ള ആളുകൾ വന്നിട്ടില്ല. ശബരീഷ് ചേട്ടൻ പുള്ളിയായിരുന്നു എൻ്റെ വൈബ്സ്. ബൈച്ചേട്ടനെ പറ്റി ഞാൻ കോമ്പിനേഷൻ കുറവായിട്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് കമ്പനി ആകുന്നതിന് മുമ്പേ ബൈച്ചേട്ടൻ സെറ്റിൽ നിന്ന് പോയി. ഓക്കെ, സോ യെസ്. അപ്പം നമ്മളെ യദുവിൻ്റെ അടുത്ത് യദു സാറിൻ്റെ അടുത്ത് ആ ഒരു മൈക്കൊന്ന് കൊടുത്തേ. ഓക്കെ, ഈ ഒരു സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാര്യത്തിൽ ഇൻസ്പയർഡ് ആയിട്ട് ഏതെങ്കിലും സീൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഇതിന്റെ പുറകിൽ അങ്ങനെ ഇട്ടോ? ഏറ്റവും നന്നായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പോകുന്നത് അങ്ങോട്ട് തന്നെയാ. കുറച്ചും കൂടി ഡയറക്ടർ പറയാൻ പുള്ളി ഉണ്ടായിരുന്നു. പാർട്ണർ ഇൻ ക്രൈം ആണ്. ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും അതിലൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്തായിരുന്നു ആ ഒരു ഇൻസിഡന്റിന്റെ പുറകിലുള്ള? ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അപ്പം ഇനി അടുത്തത് നമ്മളുടെ റിനീ സാറിന്റെ അടുത്താണ്. സോ തീർച്ചയായിട്ടും 21 ഗ്രാം ആ ഒരു ഫിലിം ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഫ്ലിപ്പ്, സാഹസം എന്നൊരു ആ ഒരു ഫ്ലിപ്പ്, ഈ ഒരു കൈൻഡ് ഓഫ് കുറച്ചുകൂടെ അഡ്വഞ്ചറസ് കൈൻഡ് ഓഫ് മൂവി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ? അതുപോലെ തന്നെ ബാക്കി നമ്മുടെ എൻറ്റയർ ക്രൂ എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ഇല്ല, ഈ 21 ഗ്രാംസ് കഴിഞ്ഞ ശേഷം ഞാൻ വേറെ സിനിമ ആയിട്ടുണ്ട്, ഫീനിക്സ് എന്ന് പറഞ്ഞിട്ട്. ഭഗത്ത് അതിലായിരുന്നു, ആൽബി നമ്മുടെ ക്യാമറ ആയിരുന്നു. പിന്നെ ഇത് ആക്ച്വലി ഞങ്ങൾ 21 ഗ്രാംസ് കഴിഞ്ഞ ഉടനെ തുടങ്ങിയ ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ ബിബിനും യദുവും എല്ലാ ദിവസവും ഇവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. അപ്പോൾ അതായത് ഇതിൻ്റെ ഒരു ലൈൻ എഴുതുന്നതിന് മുമ്പേ ഞാൻ ഇവരുടെ കൂടെ ഉണ്ട്. അപ്പോൾ അത് അന്ന് ആക്ച്വലി 2-3 വർഷം മുമ്പ് കംപ്ലീറ്റ് ചെയ്ത സിനിമയായിരുന്നു. പിന്നെ ഇവിടെ ഉള്ളത് ഞങ്ങളുടെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബു ചേട്ടൻ, ബൈ ചേട്ടൻ, പിന്നെ നരേൻ, ഇവരുടെ ഒരു സീനിയർ ഗ്യാങ്ങും പിന്നെ ഇവരെല്ലാവരും നമ്മുടെ യങ്സ്റ്റേഴ്സ്, യങ് വൈബ് ആൾക്കാരും. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സെറ്റ് എപ്പോഴും ഈ പറഞ്ഞ പോലെ ബാബു ചേട്ടനാണെങ്കിൽ അവിടെ ഇരുന്ന് എന്തെങ്കിലും പറയണ്ടാവും. നരേൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നരേൻ എപ്പോഴും ലോക്കി യൂണിവേഴ്സിനെ കുറിച്ച് കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ലോകേഷ് പോലും പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ. ബട്ട് ഭയങ്കര എൻ്റർടൈനിങ് ആണ് നരേൻ്റെ കൂടെ ഇരിക്കുന്നത്. പിന്നെ ഇവരുടെ ഈ പറഞ്ഞ പോലെ ക്യാരവൻ എല്ലാവരും കൂടെ കുത്തിത്തിരികെ ഒരു ക്യാരവനകത്ത് ഉണ്ടാവും. അപ്പോൾ മൊത്തം ഫണ്ണായിരുന്നു എല്ലാ പരിപാടീസും. ഓക്കെ, സോ ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അത് ഈ കൂട്ടത്തില് പറയാത്ത ആരെങ്കിലും ഒക്കെ പറയുന്നതായിരിക്കും ചിലത്. ഓക്കെ, മൈക്ക് വാങ്ങിച്ചോ. ഓക്കെ, കൂട്ടത്തില് ഒരു ചെറിയ കാര്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിണക്കം വരുന്ന, പിണങ്ങേഷ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആരാണ്? ഗൗരി. അങ്ങനല്ല എന്നാണ് ഗൗരി പറയണേ. ഇപ്പൊ വേണമെങ്കിൽ പിണക്കാൻ പറ്റും. ആണോ ഗൗരി? കറക്റ്റ് ആണോ? അല്ലല്ല, മൈക്ക് കൊടുക്കട്ടെ, പിണങ്ങും. ഓക്കെ, സോ യെസ്. അപ്പം എന്താ എങ്ങനെയാ തോന്നിയത്? ഒരിക്കലും ഇല്ല. ഞാനും ആനും ഇതിനു മുമ്പ് ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് സത്യമാണോ അല്ലയോ എന്ന് ആൻ പറഞ്ഞാലാണ്. അങ്ങനെയാണോ? അല്ല, ഒരിക്കലും അല്ല. ഭയങ്കര രസമാണ്. ഓക്കെ, സോ വേറെ നമ്മുടെ സെറ്റിൽ ആരും അങ്ങനെ പിണക്ക കുട്ടികളാരും ഒന്നും ഇല്ലല്ലോ? നമ്മുടെ ഡയറക്ടറിനെ അറിയുള്ളൂ. ചിലപ്പോൾ എന്തെങ്കിലും വഴക്ക് പറയുമ്പം ഓക്കെ ഒരാൾ കൂടി ഉണ്ടെന്നാ പറയണേ. ഇല്ല, എന്റെ അറിവിൽ അങ്ങനെ അറിയില്ല. ആരാണത്?
ഞാൻ അറിയാത്തൊരു പെണ്ണൊക്കെ ഓക്കെ ഞാൻ തന്നെ എന്നാണ് പറയണത്. ഇല്ല, ഇതൊക്കെ എന്റെ അടുത്തല്ല, എനിക്ക് ഇവരുടെ അടുത്ത് പിണങ്ങിയിട്ടില്ല, എന്റെ അടുത്ത് ആരും പിണങ്ങിയിട്ടൊന്നുമില്ല. അത് നമ്മൾക്ക് എങ്ങനെ കിട്ടുന്നതനുസരിച്ച് നമ്മൾ തിരിച്ചു കൊടുക്കുന്നതാണ്. ഓക്കെ പിണങ്ങിയതാ പിണങ്ങി ഇല്ലേ പിണങ്ങിയില്ല. ഓക്കെ സോ യെസ് അപ്പൊ നമ്മൾ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ആൻഡ് ഇനിയും ഒരു വിശേഷം കൂടെ, നമ്മളുടെ റിനീഷ് സർ എങ്ങനെയുണ്ടായിരുന്നു ആസ് എ പ്രൊഡ്യൂസർ? ആൻഡ് ഇനി നമ്മളുടെ ഇവിടുന്ന് ഒരു റെപ്രസെന്റേറ്റീവും കൂടെ പറഞ്ഞോട്ടോ ഇതിന് ആൻസർ പറയാൻ. സോ എന്തായാലും തീർച്ചയായിട്ടും IT ഫീൽഡ് ജോബും അതുപോലെ തന്നെ പാഷനും അതുപോലെ അങ്ങനെയായിട്ട് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ സിനിമാ ഫീൽഡിലും അതുപോലെ തന്നെ നമ്മൾ IT ഫീൽഡിലും തൻ്റെതായിട്ടുള്ള മുഖമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ് നമ്മളുടെ റിനീഷ് സാറ്. സോ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പറ്റിയിട്ട് 2 വാക്ക് സംസാരിക്കാൻ ഈ കൂട്ടത്തിൽ നിന്ന് ആരാണ് വരാൻ പോകുന്നത്? യെസ്, ഭഗത് സാറിന് വായിക്കോടുക്കുക. കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഇവിടുത്തെ ഒരു റെപ്രസെന്റേറ്റീവ് വരണം കേട്ടോ. എൻ്റെ 2ാമത്തെ സിനിമയാണ് റിനീഷേറിൻ്റെ ഒപ്പം. ഞാൻ ഏകദേശം ഒരു 140 സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും നല്ലൊരു പ്രൊഡ്യൂസറെ ഞാൻ കണ്ടിട്ടില്ല റിനീഷേട്ടൻ. സീരിയസ്ലി കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ട ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്ത് മെന്റലി നമുക്ക് വേണ്ട ഒരു സപ്പോർട്ട് തന്ന് ചേട്ടൻ പൊളിയായിരിക്കും, കയ്യിൽ കാശ് കയറട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഇത് പറയുമ്പോൾ ലൈക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. നമ്മുടെ ഓണമൂട് സോങ് എല്ലാവരും പ്രേക്ഷകരെല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പോൾ ഇപ്പൊ മലയാള സിനിമകളിൽ ഒരുപാട് പ്രൊമോ സോങ്സ് ഇറങ്ങുന്നുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും അത് കാണുമ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും ഭയങ്കരമായിട്ട്. സോ നമ്മുടെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആർട്ടിസ്റ്റ് ഈ സിനിമേനെ എങ്ങനെ എല്ലാ ആർട്ടിസ്റ്റിനെയും സ്കെഡ്യൂൾ ചെയ്തോ അവരുടെ ഡേറ്റ് എല്ലാം അതുപോലെ സ്കെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഷൂട്ടായിരുന്നു നമ്മുടെ ഓണം സോങ്. സോ അതിനു വേണ്ടി ആക്ച്വലി മോർ ദാൻ ഒരു പ്രൊമോ സോങ്ങിന് സ്പെൻഡ് ചെയ്യാനൊക്കെ കൂടുതൽ എമൗണ്ട് അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി ഈ മനുഷ്യൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നമ്മളോട് എല്ലാവരോടുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. സോ അതിന് ഭയങ്കര ഒരു താങ്ക് യു ഉണ്ട്. കാരണം പ്രൊമോ സോങ്ങിന് അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് വലുതായിട്ട് പൈസ മുടക്കില്ല. എനിക്കും പേഴ്സണലി പറഞ്ഞ കാര്യം തന്നെയാണെങ്കിലും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്രത്തോളം കൂടെ നിൽക്കാം. നമ്മൾ പല സമയത്ത് പ്രൊമോഷൻ എത്തുമ്പോഴാണ് സാധാരണ ഒന്ന് ഡൗൺ ആണത്. ഇന്ന് വരെയും ഒരു തരത്തിലും ബാക്ക് ഓഫ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഒരു തരത്തിലും ഒന്ന് ഡൗൺ തോന്നാണ്ട് ഇത്രയും കട്ടക്കി നിൽക്കുന്നത് പേഴ്സണലി നിമിഷൻ്റെ അടുത്ത് ഞാൻ അധികം സംസാരിക്കില്ല. പക്ഷെ ആസ് എ പ്രൊഡക്ഷൻ അടിപൊളിയാണ്. അത് പ്രത്യേകം ഇൻഡസ്ട്രിയിൽ സംസാരിക്കണം, എല്ലാവരും സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതെ, സംസാരമാക്കണം. മീൻ ഇത്രയും നല്ല രീതിക്ക് എല്ലാവരും പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്തൊരു പടത്തിന് കൂടെ നിൽക്കണം എന്ന് എന്താ പറയാ തോന്നിപ്പോയ കാര്യമാണ്. യെസ്, അതുകൊണ്ട് തന്നെയാണ് റണ്ണിങ് സക്സസ്ഫുള്ളി തിയേറ്റേഴ്സിൽ അല്ലേ? ഓക്കെ, യെസ് പറഞ്ഞോ. ഇത് എനിക്ക് ഇൻഫോ പാർക്കിൽ ചില കമ്പനി നടത്തുന്ന ചില CEOസിനൊക്കെ പരിചയമുണ്ട്. അപ്പൊ ഈ സിനിമ കണ്ടിട്ട് എന്നെ കുറച്ച് പേര് വിളിച്ചിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തോന്നി എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. അതായത് കാരണം അവർ പറയുന്നു ഇത് അവരുടെ ഓഫീസിന്റെ ഒക്കെ ഭാഗങ്ങളിൽ ഷൂട്ട് ചെയ്തേക്കുന്നു, ഭയങ്കര ഫണ്ണുള്ള മൂവിയാണ്. ഇതിന്റെ പ്രൊഡക്ഷനും ഈ ഫണ്ണ് അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അവരുടെ ഫണ്ണിന് വേണ്ടിയിട്ട് കൂടി ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തതായിട്ട് അവർക്ക് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു എൻജോയ്മെന്റ് കിട്ടുന്ന വല്ല സബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണം എന്നെ അടുത്ത്. നിങ്ങൾ ഇൻഫോ പാർക്കിൽ നിന്ന് തന്നെ പറഞ്ഞു എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ? നല്ലൊരു കൈഡി. ആൻഡ് ഐ പേഴ്സണലി എനിക്ക് തോന്നുന്ന വെച്ചാൽ ഞാൻ 2 ദിവസം സോങ്ങിന്റെ അവിടെ ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു 2 ദിവസം എല്ലാവരും ഭയങ്കര ജോളിയായിട്ട് നടക്കുന്നത് ഞാൻ കണ്ടു. ആനായിട്ടൊന്ന് ഞാൻ കമ്പനി റംസാൻ ആൻഡ് എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരേ വൈബിൽ ആ ഓണം മൂടി തന്നെ ഷൂട്ട് ചെയ്ത, ഓണത്തിന് മുന്നേ തന്നെ ഓണം മൂടി തന്നെ ഷൂട്ട് ചെയ്ത ഒരു ഫിലിം തന്നെയായിരുന്നു അത്. ആൻഡ് അടിപൊളി. നിങ്ങളുടെ എല്ലാവരും ഒന്നുകൂടെ മീറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ആൻഡ് നമ്മളുടെ തോട്ട് മൈൻഡ്സും അതുപോലെ തന്നെ സാഹസത്തിന്റെയും ഈ ഒരു സക്സസ് സെലിബ്രേഷൻ കൂടിയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ് ഈച്ച് ആൻഡ് എവ്രി വൺ. സോ യെസ്, ഇതുപോലെ തന്നെ ഏറ്റവും മികച്ച സിനിമകൾ ഇതുപോലെ തന്നെ സാഹസം പോലെ തന്നെ ഇറങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ഇനി നമ്മൾ വൺ ഓഫ് ദി റെപ്രസെന്റേറ്റീവ് ഫ്രം തോട്ട് മൈൻഡ് ഇവിടെ ഫ്രണ്ടിലേക്ക് ഒന്ന് വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മളുടെ റിനീഷ് സാറിനെ പറ്റിയിട്ട് ആസ് എ പ്രൊഡ്യൂസർ അതുപോലെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ആസ് എ CEO അദ്ദേഹം എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കണ്ടേ, വേണ്ടേ? ഓക്കെ, സോ യെസ്, നമ്മളൊരു വൺ ഓഫ് ദ റെപ്രസെന്റേറ്റീവ് ഫ്രം തോട്ട് മൈൻഡ്സ് പ്ലീസ് കം ഓൺ ടു സ്റ്റേജ്. പറയേണ്ടതൊക്കെ റിനീഷേട്ടൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത മാസം കിട്ടാനുള്ള ഇവിടെ വന്നോ, സൈഡിൽ എന്ത് ബഹുമാനാണ് സാർ. അല്ല, റിനീഷേട്ടന്റെ കൂടെ ഇപ്പൊ നമ്മുടെ കമ്പനിയിലെ മിക്ക ആൾക്കാരും നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, റിനീഷേട്ടന്റെ മുന്നേ ഇവിടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു റാപ്പിഡ് വാല്യൂ എന്ന് പറഞ്ഞിട്ട്. ഇരിക്കട്ടെ,
നമ്മളെവിടെ പോകുമ്പോഴേ കഥകൾ പറയും. അപ്പം ഞങ്ങളൊക്കെ അന്ന് തൊട്ട് റിനീഷേട്ടൻ്റെ കൂടെയുള്ള 8 വർഷമായി ഇപ്പോൾ ഏകദേശം 8 വർഷത്തിൽ കൂടുതലുള്ള ആൾക്കാരെ പ്രവീണേട്ടൻ്റെ കൂടെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ മുതലാളിനെ നമ്മൾ ഞങ്ങൾ റിനീഷേട്ടൊന്നും വിളിക്കാറില്ല കേട്ടോ, നമുക്ക് മുതലാളിയാണ്. അപ്പം മുതലാളിനെ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും സൈലന്റ് ആയിട്ട് ഇവിടെ ഒരു ചെറിയ കുട്ടിയെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇപ്പം ഇവരെല്ലാം റംസാനൊക്കെ പറഞ്ഞ പോലെ തന്നെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഒരു ആഘോഷത്തിന് ആൾ മുന്നിലുണ്ടാവും. ഇപ്പം നമുക്ക് തോട്ട് മൈൻഡ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്തപ്പോൾ തൊട്ടല്ല, ഈവൻ റാപ്പിഡ് വാലി ആണെങ്കിൽ നിങ്ങളൊക്കെ യൂട്യൂബിൽ എടുത്ത് നോക്കിയാൽ നമ്മുടെ സെലിബ്രേഷൻസിന്റെ വീഡിയോസ് ഒക്കെ കാണാം. അപ്പം ഈ ഓണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഒന്നും നോക്കണ്ട, എല്ലാത്തിനും ആള് സപ്പോർട്ടാണ്. അപ്പം അതേപോലെ തന്നെ കഴിഞ്ഞ 8 വർഷമായിട്ടുണ്ട്. ഇപ്പൊ ഇതേപോലത്തെ ഒരു സിനിമ കണ്ടു, ഇനി ഇതേപോലെ തന്നെ ഇനിയും കാര്യങ്ങൾ വരട്ടെ, ഇനിയും സിനിമകൾ ഇതേപോലെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. Yes, because he deserves a big round of applause as a CEO, as a producer, as a human. ഒരു ഏറ്റവും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും എങ്ങനെ ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് അദ്ദേഹം കാണിച്ചു തന്നിരിക്കുന്നത് അല്ലേ?